ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ പോലീസിനായിട്ടില്ല. വലിയ തോതിൽ തന്നെ പ്രതിഷേധം തുടരുന്നു. ദേശീയപാത 66-ൽ വലിയ ഗതാഗത തടസ്സം അരമണിക്കൂറായി തുടരുന്നു. ഈ സ്ഥലത്തേക്ക് വാഹനങ്ങൾ കയറ്റിക്കൊണ്ടുവരുന്നവരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂർണ്ണമായും തടയുകയാണ്. അവർക്ക് നേരെ അവരുടെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ ഷാഫി പറമ്പിൽ എംപിക്കെതിരായ മർദ്ദനത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ആലപ്പുഴയിൽ ഉയരുന്നത്. ഇപ്പോഴിതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പ്രതിഷേധ സ്ഥലത്തേക്ക് കയറ്റിക്കൊണ്ടുവന്ന ഒരു ലോറിയുണ്ട്. ആ ലോറി പൂർണ്ണമായും കോൺഗ്രസ് പ്രവർത്തകർ, ജില്ലാ അധ്യക്ഷൻ MP പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. ആ പ്രതിഷേധ സ്ഥലത്തേക്ക് ദേശീയപാത വഴി വാഹനം ഒരു കാരണവശാലും കടത്തിവിടില്ല എന്നുള്ള കർശന തീരുമാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. ഏകദേശം 1 മണിക്കൂറിന് അടുക്കുന്നു ഈ പ്രതിഷേധം ഇപ്പോൾ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇതാ ഷുക്കൂർ അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ദേശീയപാത നമ്മൾ സൂചിപ്പിച്ച പോലെ ദേശീയപാതയിലെ ഗതാഗത തടസ്സം തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറാകുന്നു. ഇതുവരെയും ഒരു വാഹനം പോലും ഈ വഴി കടത്തിവിടാൻ ഇവർ സമ്മതിച്ചിട്ടില്ല. പോലീസ് ഒരു ബലപ്രയോഗവും നടത്തുന്നുമില്ല. എന്തായാലും ഇപ്പോൾ ഇതാ ഈ ഉദ്ഘാടന സമ്മേളനം അടക്കമുള്ള വിപുലമായ സമര പരിപാടികളിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുകയാണ്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 മണിക്കൂറായി ദേശീയപാത 66-ൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പോലീസിന്റെ അടിയന്തര ഇടപെടൽ ഈ സ്ഥലത്ത് വേണമെന്ന് യാത്രക്കാരടക്കം ആവശ്യപ്പെടുന്നു. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടില്ല.